ഹായ്, കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എങ്കിലൊരു കഥ കേട്ടാലോ? കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ ഇത് നിങ്ങളെ ഏവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതിൽ ആരുടെയും പേരോ സ്ഥലമോ കോടതികളുടെ പേരോ ഒന്നും പരാമർശിക്കുന്നില്ല. ആരെയും വ്യക്തിഹത്യ ചെയ്യുക എന്ന ഉദ്ദേശം തീരെയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതും നിങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുള്ളതുമായ ഒരു കുറ്റകൃത്യമായിരിക്കും. എന്നിരുന്നാൽ പോലും ഇതിലെ ഗുണപാഠം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മെസ്സേജ് നൽകുക എന്ന ഉദ്ദേശമാണ്. ഒരു പഠനം ആണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കഥയ്ക്ക് പേരിട്ടേക്കുന്നത് അമിതാവേശം എന്നാണ്. കാരണം പല കുറ്റകൃത്യങ്ങൾക്കും കാരണം നമ്മുടെ അമിതാവേശമാണ്. 2016 നടക്കുന്ന ഒരു കൊലക്കുറ്റമാണ് നമ്മുടെ ഇതിവൃത്തമായിട്ട് വരുന്നത്. അതായത് 2015 ഈ കൊലക്കുറ്റത്തിന് കാരണമായ ഒരു റിവെഞ്ചിന് ഉടലെടുക്കുന്നത്. അതിങ്ങനെയാണ്. 2015 കുറച്ച് കൂട്ടുകാർ ഒരു ഗ്രാമത്തിൽ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ്. ഈ ഉത്സവത്തിലെ ഇവരുടെ ആവേശത്തിൽ അല്ലെങ്കിൽ അമിതാവേശത്തിൽ ഒരുവൻ ഒരു ആനയുടെ വാല് പിടിച്ച് വലിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആന വിരണ്ടോടുന്നു. അവിടെ വലിയ വിഷയമായി. അങ്ങനെ ഉത്സവ കമ്മിറ്റിക്കാരും ഈ പ്രതികളെല്ലാവരും കൂടി വലിയ സ്പർദ്ധയായി അതൊരു ശത്രുതയിലെത്തുകയാണ്. ശേഷം 2015 നടന്ന ഈ കുറ്റകൃത്യത്തിന്റെ ശത്രുത തുടർന്നു പോയി. 2016 എത്തിയപ്പോഴും ഇതുപോലെ ഒരു തർക്കവും ഭീഷണിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഉത്സവ കമ്മിറ്റിയിലുള്ള വ്യക്തികളുടെ ഒരു സുഹൃത്തും മറ്റൊരാളും കൂടി ഈ വാലി വലിച്ച പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ വീട്ടില് വീണ്ടും സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ തുടർന്ന് അനന്തരം പോയി അവരെ ഭീഷണിപ്പെടുത്തുകയും അവിടെ ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നാണ്. അങ്ങനെ ഇരുവശങ്ങളിലും ഉണ്ടായ അമിതാവേശം ഒരു ദിവസം രാവിലെ ഈ ഉത്സവ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുടെ ഒരു സുഹൃത്തിന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേയുടെ ഭാഗമായി ഒരു പാർട്ടി ഉണ്ട്. അതിന്റെ ബിവറേജിൽ പോയി ഒരു ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പൊ ഇതില് അന്ന് ഉത്സവ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയവരിൽ ചിലര് ഇവര് ബൈക്കിൽ പോകുന്നത് കാണുകയുണ്ടായി. തിരിച്ച് ഇവർ വരുന്നവരെ കാത്തു നിൽക്കുന്നു. എന്നിട്ട് ഇവരെ രണ്ടുപേരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയാണ്. ഒരു 4ഓളം പേരുണ്ട്. തള്ളിയിടുന്നു, കാറ്റാടിക്കഴ കൊണ്ട് അടിക്കുന്നു, നെഞ്ചത്ത് ഇടിക്കട്ട കൊണ്ട് ഇടിക്കുന്നു, ചവിട്ടുന്ന ഒരു വലിയ വിഷയമാണ്. അപ്പോൾ തൊട്ടടുത്ത് ഒരു ബാർബർ ഷോപ്പിൽ മുടിവെട്ടാൻ പോയി. 1ാമത്തെ നിലയിലാണ് ഈ ബാർബർ ഷോപ്പ്. അവിടെ തിരക്കായതുകൊണ്ട് ഒരാൾ താഴെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത് കണ്ട് അയാൾ മൊബൈൽ പകർത്തുന്നുണ്ട്. കോടതിയിൽ ഈ മൊബൈൽ ദൃശ്യങ്ങൾ തെളിവിലേക്ക് വരികയാണ്. പലരും അറിയില്ല എന്ന് നമ്മൾ ചെയ്യുമ്പോഴും പലരാലും നമ്മൾ അറിയാതെ തന്നെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. എന്തിനേറെ ഒരു പബ്ലിക് ബസ് പോലും അതുവഴി പോകുമ്പോൾ അതിലുള്ള വ്യക്തികൾ പോലും ദൃക്സാക്ഷിയായ ഒരു സംഭവം. അങ്ങനെ ഇതിൽ ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ അയാളുടെ വലതുവശത്ത് കാറ്റാടി കഴിവുകൊണ്ട് ഒരാൾ അടിക്കുന്നു. അയാൾ ഇടതുഭാഗം വന്നിട്ട് നിലത്തടിച്ച് വീഴുകയാണ്. എന്നിട്ട് അതിലൊരാള് അയാളുടെ ഈ വീണ ആളുടെ കാല് പിടിച്ച് വെച്ചു കൊടുക്കുന്നു. മറ്റൊരു പ്രതി തുരുതുര അടിക്കുകയാണ്. ഇതൊക്കെ വീഡിയോ ദൃശ്യമുണ്ട്. അങ്ങനെ തുരുതുര അടിക്കുന്നു. പിന്നെ ആളുകളൊക്കെ ഓടിക്കൂടുന്നു. ഇവരിറങ്ങി ഓടുകയാണ്. അപ്പൊ ബൈക്കിന്റെ പിറകിരുന്ന ആൾക്കും ഇതുപോലെ കാറ്റടിക്കാനുണ്ട്, തലയ്ക്കൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ശേഷം ബൈക്ക് ഓടിച്ച ആള് മരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, കോടതി അവസാനം 304 പാർട്ട് 2 ശിക്ഷിക്കുകയൊക്കെ ഉണ്ടായി. 8 വർഷം ശിക്ഷിച്ചു. അതില് കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. വീണപ്പോഴാണ് ഇടതുഭാഗത്ത് സ്കള്ളിന് പൊട്ടലുണ്ടായിരുന്ന. ഈ കാറ്റാടി കഴിവുകൊണ്ട് പിറകിരുന്ന ആളുടെ നിലയ്ക്ക് അടിച്ചപ്പോഴും വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു മാനദണ്ഡത്തിൽ തെളിവുകൾ കോടതികൾ അതിന്റെ രീതിയിൽ വിധി എഴുതി. മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ടുണ്ടായ ഒരു നഷ്ടം, ആ കുടുംബത്തിലുണ്ടായ നഷ്ടം, ഇതിപ്പോ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിൽ മാത്രമാണ് നഷ്ടം, അല്ല പ്രതികളുടെ വീട്ടിൽ നഷ്ടമില്ലേ? ഞാൻ പറയുന്നത്, ഒരു നിമിഷത്തിൽ ഇവിടെ അമിതാവേശം പല സ്ഥലത്തുണ്ടായി. അതായത് ആ സുഹൃത്തുക്കൾ തമ്മിൽ അന്ന് ഉത്സവത്തിന് ആഘോഷം നടത്തിയപ്പോൾ വാലി പിടിച്ച് വലിച്ചത് അമിതാവേശമാണ്. 2016 വീണ്ടും ഉത്സവ സ്ഥലത്ത് വെച്ച് വീണ്ടും ഒരു സ്പർദ്ധ ഉണ്ടായത് അമിതാവേശമാണ്. ആ പ്രതികളുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയത് ഒരു അമിതാവേശമാണ്. എന്തിന്? ആ ബൈക്കിൽ വന്നവരെ ആക്രമിച്ചത് പോലും അമിതാവേശമാണ്. ഒരുപക്ഷേ അമിതാവേശം നമ്മൾ ഒഴിവാക്കിയാൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇല്ലാതാകും എന്നുള്ളതാണ് ഈ ഒരു കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എടുത്തുചാട്ടം ഒന്നിനൊരു പരിഹാരമല്ല. എന്നാൽ നിയമാനുസൃതമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർഗം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.